ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി മലബാർ. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ വെച്ച് എങ്ങനെ സോപ്പ് ഉണ്ടാക്കാമെന്നാണ്. വെറും 35 രൂപ ചിലവിൽ വെറും 5 മിനിറ്റിനുള്ളിൽ അടിപൊളിയായി അലോവേര സോപ്പ് ഉണ്ടാക്കിയാലോ. അലോവേര എന്നത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു ബ്രാൻഡാണ് എന്നത് എല്ലാവർക്കും അറിയാം. എല്ലാ വീടുകളിലും ഒരു കറ്റാർവാഴ ചെടിയെങ്കിലും ഉണ്ട് താനും. ഈ കറ്റാർവാഴ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ മുഖത്തോ മുടിയിഴകളിലോ വേണ്ട വിധം കറ്റാർവാഴ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിനുള്ള അടിപൊളി ട്രിക്കാണ് ഈ സോപ്പ്. ക്ലിയർ സ്കിന്നിനും സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ വീട്ടിലുള്ള കറ്റാർവാഴയിൽ നിന്നും 2 തണ്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെള്ളിയുള്ള തണ്ട് നോക്കിയെടുക്കുക. ശേഷം കറ്റാർവാഴയുടെ മഞ്ഞ നീര് കളഞ്ഞ ശേഷം കറ്റാർവാഴയുടെ സൈഡിലുള്ള മുള്ളുകളൊക്കെ കളഞ്ഞ് അതിൻ്റെ വെള്ള ജെല്ല് മാത്രമായി എടുക്കുക. തൊലി പൂർണ്ണമായി കളയുവാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ 2 വിധമാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. ഒന്ന് ജെല്ല് ഉപയോഗിച്ച് മാത്രം ഒരു സോപ്പും കറ്റാർവാഴ മുഴുവനായിട്ട് തൊലിയോട് കൂടിയ ഒരു സോപ്പുമാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഉണ്ടാക്കുന്ന സോപ്പിയുടെ ജെല്ല് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ തൊലി കളഞ്ഞ് ജെല്ല് മാത്രമായി എടുക്കുവാൻ ശ്രമിക്കുക. കറ്റാർവാഴയിലുള്ള മഞ്ഞ നീര് കളയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മിനിമം ഒരു 20 മിനിറ്റെങ്കിലും കുത്തനെ നിർത്തി അതിൻ്റെ മഞ്ഞ നീര് ഒഴിവാക്കി കളയുക. നമുക്കിവിടെ കറ്റാർവാഴയുടെ ജെല്ല് മാത്രമായി കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല തണുത്ത വെള്ളത്തിലിട്ട് ഈ ജെല്ല് കഴുകിയെടുക്കുക. അതിനുശേഷം മിക്സിയിലിട്ട് നന്നായി അടിച്ച് ജ്യൂസാക്കി എടുക്കുക. നമുക്കിവിടെ ഒരു കറ്റാർവാഴ തണ്ടിൽ നിന്നും ഇത്രയും ജെല്ലാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ജെല്ല് പറഞ്ഞതുപോലെ തണുത്ത വെള്ളത്തിലിട്ട് കഴുകി മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി പഴയ ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് അരിച്ച് അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കാം. ഇവിടെ നമുക്കിപ്പോൾ കറ്റാർവാഴയുടെ നീര് മാത്രമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസായ പിയേഴ്സ് സോപ്പാണ്. ഇത് വെറും 35 രൂപയുടെ പിയേഴ്സ് സോപ്പാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഈ സോപ്പ് കൊണ്ട് 2 അലോവേര സോപ്പാണ് ഞാൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിവിടെ പിയേഴ്സ് സോപ്പിന് പകരമായി സോപ്പ് വേസ് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ അധികം ആളുകളും സോപ്പ് വേസാണ് ഉപയോഗിക്കുന്നത്. ഞാൻ സിമ്പിളായി നിങ്ങൾക്ക് കാണിക്കുവാൻ വേണ്ടിയാണ് പിയേഴ്സ് സോപ്പ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോപ്പ് വേസ് ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നൊക്കെ ചെറിയ വിലക്ക് തന്നെ വാങ്ങിക്കുവാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ പിയേഴ്സ് സോപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുക്കുക. പഴയ കട്ടിംഗ് ബോർഡിൽ വെച്ച് മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പിയേഴ്സ് സോപ്പ് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റാക്കി എടുക്കുകയാണ് ഈ സോപ്പിന് വേണ്ടി ആവശ്യം. അപ്പം ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം അതിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമ്മുടെ സോപ്പ് മെൽറ്റാക്കി എടുക്കാൻ ശ്രമിക്കുക. സോപ്പ് നല്ലപോലെ മെൽറ്റാക്കുവാൻ വേണ്ടി ഇടയ്ക്ക് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ മെൽറ്റായി വന്ന നമ്മുടെ പിയേഴ്സ് സോപ്പിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അലോവേര ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ചൂടോട് കൂടി നല്ല വിധം ഇളക്കി കൊടുക്കുക. അല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ സോപ്പ് കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. നല്ലപോലെ ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക. സോപ്പ് മോൾഡിൽ അല്പം എണ്ണ തടവുവാൻ മറക്കരുത്. ഞാനിവിടെ വെറും പിയേഴ്സ് സോപ്പ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോൾഡില്ല എങ്കിൽ പഴയ നമ്മുടെ കടലാസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെറ്റാക്കാവുന്നതുമാണ്. ഞാനിവിടെ കറ്റാർവാഴ കൊണ്ട് വെള്ള ഒരു സോപ്പും ജെല്ല് മാത്രമായി ഉപയോഗിച്ചൊരു വെള്ള സോപ്പും കറ്റാർവാഴയുടെ തൊലിയോട് കൂടി അരച്ച് ഒരു പച്ച സോപ്പുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജെല്ലുകൊണ്ടുള്ള സോപ്പ് നമ്മളിവിടെ ഉണ്ടാക്കി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഗ്രീൻ സോപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി കറ്റാർവാഴയുടെ ഒറ്റ തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് തൊലിയോട് കൂടി തന്നെ ഉപയോഗിക്കുക. നല്ല ചെറിയ കഷ്ണങ്ങളെയും മുറിച്ച് വെള്ളത്തിലേക്ക് ഇടുക. അതിനുശേഷം സൈഡിലുള്ള മുള്ളുകളൊക്കെ ചെത്തിക്കളയുക. അതിനുശേഷം വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത ശേഷം അത് പഴയ ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് തന്നെയാണ് ഇതും ചെയ്യുന്നത്. പിയേഴ്സ് സോപ്പ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റി വെക്കുക. പഴയ കട്ടിംഗ് ബോർഡിൽ തന്നെ മുറിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ നല്ല
നല്ലപോലെ മുറിച്ചെടുത്ത സോപ്പ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് തന്നെ നമുക്ക് അത് ബോയിൽ ചെയ്ത് കിട്ടുവാൻ സാധിക്കും. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ചുടുവെള്ളം വെച്ച് ബോയിൽ ചെയ്ത് എടുക്കുക. നല്ലപോലെ അത് പിഴ സോപ്പ് അലിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ കറ്റാർവാഴ ജ്യൂസ് ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ മുകളിൽ അല്പം എണ്ണ തടവാൻ മറക്കരുത്. വേഗം തന്നെ ജ്യൂസ് ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കുവാൻ ശ്രമിക്കണം. അല്ല എങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോകുവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ചൂടോടുകൂടി തന്നെ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒഴിച്ചതിന് ശേഷം മിനിമം ഒരു 30 സെക്കൻഡെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ നമുക്കിവിടെ അടിപൊളിയായി 2 സോപ്പ് ലഭിച്ചിട്ടുണ്ട്. കറ്റാർവാഴയുടെ ജെല്ല് മാത്രമായ ഒരു വെള്ള സോപ്പും കറ്റാർവാഴയുടെ തൊലിയോട് കൂടി ഒരു പച്ച സോപ്പും. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഈ സോപ്പ് നമുക്ക് സ്കിൻ ബ്രൈറ്റിങ്ങിനും ക്ലിയർ സ്കിന്നിനും സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സോപ്പ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.